Good afternoon, dear students. When we come to today's class, we are at the last part of phonetics. And you might remember in the previous class, that is yesterday, we studied um, tonality and tonicity. We have studied what tonic is, what tone groups are, what tone group boundaries are. And as I said, we studied tonality and tonicity. And we have also studied in the previous classes, we have also looked at pitch and intonation, juncture or transition, strong forms, weak forms, etc. Now we only have a few more concepts to study, and we will begin today with assimilation. Uh, now, എന്താണ് assimilation എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോണീം അത് വരുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറുന്നതിനെ അല്ലെങ്കിൽ അതിന് മോഡിഫിക്കേഷൻ സംഭവിക്കുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് പൊതുവെ ഒരു ഫോണീംസിനെല്ലാം പൊതുവെ സിംഗുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവരുടെ നേച്ചറിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല. നമ്മൾക്കറിയാം ഒരു മാറ്റം വരുന്നത് ഇറ്റ് ഈസ് വെൻ വി കൺസിഡർ ദ ഐഡിയ ഓഫ് അലോഫോൺസ്. ഓക്കെ, അവിടെ അവരുടെ നേച്ചറിൽ ചെറിയ മാറ്റം വരും. Now, more or less same thing ആണ് assimilation. അതായത് അവർ വരുന്ന ആ ഒരു ഫോണറ്റിക് എൻവയൺമെന്റ് അനുസരിച്ച്, അതായത് ഒരു സൗണ്ട് വന്നു പെടുന്ന സാഹചര്യത്തിന്റെ സ്വാധീനം കൊണ്ട് അവർക്കുണ്ടാകുന്ന മോഡിഫിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസിമിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. Phonemes undergo modification depending upon the phonetic environment in which they occur. ഓക്കെ, അതായത് അവ വരുന്ന ഫോണറ്റിക് എൻവയൺമെന്റ് അനുസരിച്ച് എന്ത് ചെയ്യും, അവയ്ക്ക് മോഡിഫിക്കേഷൻസ് സംഭവിക്കും. ഇപ്പം ഒരു എക്സാമ്പിളേ, ഇപ്പം ലവ് എന്ന് പറയുന്ന വാക്ക് നോക്കുക. ലവ്, അതിലെ ഫസ്റ്റ് ല എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ ആ വാക്ക് പറഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. വെൻ യു സേ ലവ്, വെൻ യു ബിഗിൻ ടു സേ ലവ്, the tip of your tongue will come and press against the hard palate. So the first sound l in the word love is palatal. Okay. അതേസമയം when you pronounce the word girl, okay, when you say girl, last l sound, it is pronounced slightly differently because it is the back of the tongue that is involved. അത് പറഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഗേൾ, ഗേൾ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും യു ക്യാൻ ഫീൽ ദ ബാക്ക് പാർട്ട് ഓഫ് യുവർ ടങ് റൈസിങ്. ഓക്കെ, സോ ആ ല ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ല ദാറ്റ് യു വുഡ് കം അക്രോസ് ഇൻ ദ വേർഡ് ലവ്. സോ ആ രണ്ടാമത്തെ ല സൗണ്ട്, അതായത് എന്താണ്, ആ ഒരു വീളാർ സൗണ്ടാണ് ശരിക്കും. ആ സൗണ്ടിനെ നമ്മൾ ഡാർക്ക് ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്, അസിമിലേഷനുള്ള എക്സാമ്പിൾ ആണ്. കാരണം ഇനിഷ്യൽ കൺസണന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ക്ലിയർ ല, whereas final consonant ആയിട്ട് വരുമ്പോഴത്തേക്കും it is dark l. Now this is what we mean by assimilation, where phonemes undergo modification depending on the context in which they appear. Now അത് തന്നെയാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. For instance, the l sound in leave is palatized or clear, whereas the l in help is velarized or dark. Thus, the precise phonetic quality of a phoneme is determined by the phonetic context. അതായത് ഒരു ഫോണീമിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കും, അതിന്റെ ഫോണറ്റിക് എൻവയൺമെന്റ് അനുസരിച്ചിരിക്കും. ആദ്യം വരുന്ന ഇപ്പം ലീവ് അല്ലെങ്കിൽ ലവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ക്ലിയർ ല ആണ്. അതേസമയം എന്താണ്, ഗേൾ അല്ലെങ്കിൽ ഹെൽപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കുറച്ച് ഡാർക്ക് ആണ്. ഓക്കെ, സോ ആ ഒരു ഫോണറ്റിക് ക്വാളിറ്റി, ഒരു ഫോണീമിന്റെ ഫോണറ്റിക് ക്വാളിറ്റി is determined by its phonetic context, that is the sounds that precede or follow it. അതിന് മുൻപോ ശേഷമോ വരുന്ന സൗണ്ടിനനുസരിച്ചായിരിക്കും അതിന്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യപ്പെടുക. This phenomenon by which the sounds influence each other is called assimilation. ഈ രീതിയിൽ ഒരു സൗണ്ട് ഏത് രീതിയിലാകണം എന്നുള്ളത് അതിന്റെ പ്രിസീഡിങ്ങോ സക്സീഡിങ്ങോ ആയിട്ടുള്ള സൗണ്ട്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്, അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഫോണറ്റിക് കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഫോണറ്റിക് എൻവയൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒന്നിലധികം സൗണ്ട്സ് ഉണ്ടാകും. സോ ഒരു സൗണ്ട് എങ്ങനെയാകണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന് മുൻപോ പിൻപോ വരുന്ന സൗണ്ട്സ് ആയിരിക്കും. ഈ ഫിനോമിനനാണ് അസിമിലേഷൻ. സോ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ബൈ വിച്ച് the sounds influence each other. Okay, so in another terms, it is a process by which a certain sound is replaced by another under the influence of a third one which is adjacent to it. So clear l
എന്ന് പറയുന്ന ല സൗണ്ടിനെ നമ്മൾ ഡാർക്ക് ല കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിനടുത്ത് വരുന്ന മറ്റൊരു സൗണ്ടിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. സോ അതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ സർട്ടൻ സൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ സൗണ്ട്. ഇവിടെ ക്ലിയർ ല ഈസ് റീപ്ലേസ്ഡ് ബൈ ഡാർക്ക് ല അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ third sound which is adjacent to it. That is, sound A may be replaced by sound B under the influence of adjacent sound C. Okay, so A എന്ന് പറയുന്നത് ക്ലിയർ ല ആണെന്ന് വിചാരിക്കുക, B എന്ന് പറയുന്നത് ഡാർക്ക് ല ആണെന്ന് വിചാരിക്കുക. സോ ക്ലിയർ ലിന് പകരം ഡാർക്ക് ല വരും. എന്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്? അതിനോട് ചേർന്ന് നിൽക്കുന്ന സൗണ്ടിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. Now ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ന്യൂസ് പ്ലസ് പ്രിന്റ്, ന്യൂസ് പ്രിന്റ്. ഓക്കെ, ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് Z. ഓക്കെ, നൗ എന്നാൽ ന്യൂസ് പ്ലസ് പ്രിന്റ്, പ്രിന്റ് എന്ന് പറയുന്ന വാക്കുകൂടി ഇതിനോട് ചേരുമ്പോഴത്തേക്കും ന്യൂസ് പ്രിന്റ് എന്തായി മാറും? ന്യൂസ് പ്രിന്റ് ആയി മാറും. സോ ഈസ് ഓഫ് അട്ടറൻസിന് വേണ്ടിയിട്ട് Z എന്തായി മാറും? S ആയിട്ട് മാറും അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് P. ഈ കൺസോണന്റ് ആണ് അതിനെ എന്ത് ചെയ്യുന്നത്? Z എന്ന് പറയുന്ന സൗണ്ടിന് S ആക്കി മാറ്റുന്നത്. സോ ന്യൂസ് plus print is newsprint. So here Z is replaced by S under the influence of P. Now this is what you mean by assimilation, where sounds undergo modification in certain phonetic environment under the influence of certain other sounds. Now we come to the next concept, which is elision. Elision എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നേരത്തെ സ്ട്രോങ് ഫോംസ് വീക്ക് ഫോംസ് പഠിച്ചില്ലേ, ആ വീക്ക് ഫോംസ് രൂപപ്പെടുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എലിഷൻ എന്ന് പറയുന്നത്. വേർ സൗണ്ട്സ് അണ്ടർഗോ എന്താണ് എലീഷൻ, അല്ലെങ്കിൽ ആ സൗണ്ട്സ് ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സാണ് എലിഷൻ എന്ന് പറയുന്നത്. സോ എലിഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ സൗണ്ട് വിച്ച് എക്സിസ്റ്റ് ഇൻ എ വേർഡ് പ്രൊനൗൺസ്ഡ് ഇൻ ഐസൊലേഷൻ. നമ്മൾക്കറിയാം ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവയ്ക്ക് ഒരു പ്രൊനൗൺസിയേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ പലപ്പോഴും കണക്റ്റഡ് സ്പീച്ച് പോലും ചില സമയത്ത് അവ അതേപടി ഉണ്ടാകും. പക്ഷേ ഇൻ സർട്ടൺ സിറ്റുവേഷൻസ് ദീസ് സൗണ്ട്സ് വിച്ച് എക്സിസ്റ്റ് ഇൻ ഐസൊലേഷൻ ഓർ ഇൻ കണക്റ്റഡ് സ്പീച്ച് ഈസ് ഡ്രോപ്ഡ്. ചില സമയത്ത് അവ ഡ്രോപ്പ് ചെയ്യപ്പെടും, ഓർ ചില സമയത്ത് ദേ ആർ എലൈഡഡ്. എലൈഡഡ് മീൻസ് ചുരുങ്ങുക. ഓക്കെ, സോ ദേ ആർ ഡ്രോപ്ഡ് ഓർ എലൈഡഡ് ഇൻ എ കോമ്പൗണ്ട് ഓർ കണക്റ്റഡ് phrase. It happens because when unaccented syllables are pronounced rapidly in connected speech, the weak forms are used to maintain the characteristic rhythm of English. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൺആക്സെന്റഡ് ആയിട്ടുള്ള സിലബിൾസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് വീക്കൺ ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് വെൻ അൺആക്സെന്റഡ് സിലബിൾസ് ആർ പ്രൊനൗൺസ്ഡ് റാപ്പിഡ്ലി ഇൻ കണക്റ്റഡ് സ്പീച്ച്, ദ വീക്ക് ഫോംസ് ആർ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൺആക്സെന്റഡ് സിലബിൾസ് പ്രധാനമായിട്ടും ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സിന്റെ വീക്ക് ഫോംസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ റിതം. സോ വാട്ട് ഈസ് എലിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇതാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ സൗണ്ട് വിച്ച് എക്സിസ്റ്റ് ഇൻ isolation or in connected speech is dropped or elided to maintain the characteristic rhythm of speech. Okay, സോ ക്യാരക്ടറിസ്റ്റിക് റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പൗണ്ട് അല്ലെങ്കിൽ കണക്റ്റഡ് സ്പീച്ചിൽ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സൗണ്ടുകളെ നമ്മൾ ഒന്നുകിൽ ഡ്രോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എലൈഡ് ചെയ്യുകയോ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എലിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so weak forms are made either by replacing a sound with another or by dropping a sound. Now നമ്മൾ weak forms ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ഫോംസിൽ ഏതെങ്കിലും സൗണ്ട്സിനെ നമ്മൾ ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യും, അതല്ലെങ്കിൽ അവയെ അതിന്റെ ഒരു വീക്ക് ഫോം കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. Weak forms are made either by replacing a sound with another or by dropping a sound. ഇപ്പം എക്സാമ്പിൾ നോക്കാം. When you say after a while, okay, ഇവിടെ a എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് a നമ്മൾക്കറിയാം. പക്ഷേ കണക്റ്റഡ് സ്പീച്ചിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? rather than saying after a while, you would say after a while. So a is replaced by a. Okay, so where a undergoes elision and becomes a. അതേപോലെ when you say bedtime, okay, bed time ആണ്. സോ ഇവിടെ നമ്മൾ സ്മൂത്ത് ആയിട്ട് അത് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് rather than saying bed time, you would say bedtime. So what happens is here d is omitted. So ഇവിടെ d എന്ന് പറയുന്ന സൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? You actually drop that sound and it is pronounced as b a time, bedtime. Okay, rather than saying bed time. So ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലിഷൻ എന്ന് പറയുന്നത്. So it is a process by which a sound is dropped or elided in order to maintain the characteristic rhythm of speech. നമ്മൾ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ അങ്ങനെയാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച്
a sound which already exists in isolation is dropped or elided to maintain the characteristic rhythm of speech. Examples ആയിട്ട് നമുക്ക് ഇത് രണ്ടും പറയാം. Okay. Now we come to transcription. Now transcription എന്താണെന്നുള്ളത് നമ്മൾക്കറിയാം. നമ്മൾക്ക് എന്താ എല്ലാ സൗണ്ട്സിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള ആൽഫബറ്റ്സ് നമ്മൾക്ക് എവിടെ ഇല്ല, നമ്മൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇല്ല. ഓക്കെ, സോ there are only 26 letters in the alphabet whereas there are 44 phonemes. 44 ശബ്ദങ്ങളുണ്ട്, പക്ഷേ ആൽഫബറ്റ്സ് എന്താണ് 26 എണ്ണമേ ഉള്ളൂ. സോ നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആൽഫബറ്റ്സ് ഉപയോഗിച്ച് നമ്മൾക്ക് സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ യു ആക്ച്വലി നീഡ് ദ ഹെൽപ്പ് ഓഫ് certain set of symbols. Okay, so മുഴുവൻ ഭാഷയിലെ ഇംഗ്ലീഷ് ഭാഷയിലെ മുഴുവൻ സൗണ്ട്സിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്ത് ആവശ്യമാണ്, സിമ്പിൾസ് ആവശ്യമാണ്. നൗ ഇങ്ങനെ സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ സൗണ്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, now there are 44 phonemes in English but only 26 letters. This means that there is no one-to-one correspondence between letters of the alphabet and the speech sounds of a language. Now 44 phonemes ഉണ്ട്, 26 ലെറ്റേഴ്സേ ഉള്ളൂ. സോ നമ്മൾക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൗണ്ട്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് there is no one-to-one correspondence between letters of the alphabet and the speech sounds. നമ്മൾക്ക് ഒരു ലെറ്റർ ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ലെറ്റേഴ്സും എന്താണ്, കോമ്പിനേഷൻ ഓഫ് സൗണ്ട്സ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് എ, okay, it is as a combination of the sound a and e. Okay, when you say b, it is a combination of b and e. When you say c, it is a combination of s and e. When you say d, it is a combination of d and e. Okay, so what is not possible is one-to-one correspondence between letters and alphabet. നമ്മൾക്ക് ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു ലെറ്റർ ഉപയോഗിച്ച് നമ്മൾക്ക് ഒരിക്കലും ഒരു സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുമാത്രമല്ല, there are many other confusions like when you look at the word city and when you look at the word cat. Okay, നമ്മൾ നോക്കേ, സിറ്റി എന്ന് പറയുന്ന വാക്കിൽ ആദ്യം വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് സ് ആണ്. അതേസമയം കാറ്റ് എന്ന് പറയുന്ന വാക്കിനകത്ത് ആദ്യം വരുന്നത് ക ആണ്. ഓക്കെ, ബട്ട് യു യൂസ് ദ സെയിം ആൽഫബറ്റ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ദ ലെറ്റർ സി ഇൻ സിറ്റി സ്റ്റാൻഡ്സ് ഫോർ ദ സൗണ്ട് സ്, whereas in cat it stands for k. Similarly, in sight and sight, both s and c stands for the same sound. അതേസമയം നമ്മൾ മറ്റ് രണ്ട് വാക്ക് എടുക്കുകയാണ്, സൈറ്റും സൈറ്റും. ഇവിടെ രണ്ടും രണ്ട് വാക്കാണ്, പക്ഷേ ഇവിടെ രണ്ട് ലെറ്റേഴ്സ് ആണ് ആദ്യം വരുന്നത്. വൺ ഈസ് എസ് ആൻഡ് ദ അതർ ഈസ് സി. പക്ഷെ രണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന സൗണ്ട് സെയിം തന്നെയാണ്. Thus in English, one letter of the alphabet may stand for more than one sound, and at the same time different letters may be represented by the same sound. ഇവിടെ സെയിം ലെറ്റർ ആണ്, ബട്ട് എന്താണ്, രണ്ട് ഡിഫറെന്റ് സൗണ്ട്സ് ആണ്. ഇവിടെ രണ്ട് ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ്, പക്ഷെ സെയിം സൗണ്ട് ആണ്. ഓക്കെ, സോ thus in English, one letter of the alphabet may stand for more than one sound. ഇവിടെ സിറ്റി എന്താണ്, അതേപോലെ കാറ്റ് സെയിം ലെറ്റർ ആണ്, പക്ഷെ they stand for different sounds. ഇവിടെ രണ്ട് ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ്, ലൈക്ക് when you look at sight and sight, but they represent the same sounds. So different letters may be represented by the same sound. Now ഈ ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് we brought the idea of phonetic transcription. So phonetic transcription is a device or tool which is useful to overcome these difficulties caused by the disparity or confusion between spelling and pronunciation. സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും തമ്മിലുള്ള ഈ ഒരു ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരുന്നത്. Now it has often been defined as a kind of alphabetic writing in which each letter represents one sound and never any other. അതേസമയം നമ്മളിപ്പം നമ്മുടെ ഫോണീംസിനെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവയും എന്ത് ചെയ്യാം, നമ്മൾക്ക് ആൽഫബറ്റ്സ് എന്ന് പറയാം. ദേ ആർ ഫോണറ്റിക് ആൽഫബറ്റ്സ് വെയർ വൺ സൗണ്ട് വുഡ് റെപ്രസെന്റ് എന്താണ് where one symbol would represent one sound. ഒരു സിമ്പിൾ ഡെഫിനറ്റ് ആയിട്ട് യുണീക്ക് ആയിട്ട് എന്തിനെ തന്നെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു സൗണ്ടിനെ തന്നെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ദ കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ വി ഹാവ് സീൻ ഹിയർ. നമ്മൾ ഇവിടെ കണ്ടതുപോലെയുള്ള കൺഫ്യൂഷൻസ്
നമ്മൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. So phonetic transcription is a tool which is used to overcome these difficulties. Now it has often been defined as a kind of alphabetic writing in which each letter represents one sound and never any other. Transcription has at its core the principle one sound one symbol. Now transcription the central principle എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ one sound should be represented using one unique symbol. This, however, does not provide an accurate definition as one sound, as in the case of allophones may have different variants. Now, ഇങ്ങനെ പറയുന്നെങ്കിലും അവിടെയും further confusions വരാൻ കാരണം ഒരു സൗണ്ടിന് തന്നെ എന്തുണ്ടാകാം, പല വേരിയൻസ് ഉണ്ടാകാം. നമ്മൾ ഇവിടെ കണ്ടതുപോലെ അലോഫോൺസിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ. So this, however, does not provide an accurate definition as one sound, as we have seen in the case of allophones may have different variants. So in order to settle the issue, transcription is studied under two classifications. So ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ക്രിപ്ഷനെ രണ്ട് ബ്രാഞ്ച് ആയിട്ട് തിരിക്കുന്നുണ്ട്. One is phonemic or broad transcription, the second one allophonic or narrow transcription. Now എന്താണ് phonemic or broad transcription എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അലോഫോൺസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ഓക്കെ, സോ പ് ആസ്പിറേറ്റഡ് ആണെങ്കിലും അൺആസ്പിറേറ്റഡ് ആണെങ്കിലും നമ്മൾ ആ പ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ കുറച്ച് ബ്രോഡായിട്ടുള്ള മറ്റു രീതിയിൽ പറഞ്ഞാൽ അലോഫോൺസിനോ അല്ലെങ്കിൽ അലോഫോണിക് വേരിയൻസിനോ ഒന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ട്രാൻസ്ക്രിപ്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫൊണീമിക് അല്ലെങ്കിൽ ബ്രോഡ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് സെമ്മിൽ നിങ്ങളെ സൗണ്ട്സ് പഠിപ്പിച്ച സമയത്ത് ഫൊണീമിക് അല്ലെങ്കിൽ ബ്രോഡ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് പഠിപ്പിച്ചത്. അതേസമയം നമ്മളിപ്പം ഈ ലിംഗ്വിസ്റ്റിക് ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിപ്പം ആസ്പിറേറ്റഡ് പ്, അൺആസ്പിറേറ്റഡ് പ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഡാർക്കിൽ ക്ലിയറിൽ ഒക്കെ പഠിച്ചു. സോ അതെന്ന് പറയുന്നത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? അലോഫോണിക് അല്ലെങ്കിൽ നാരോ ട്രാൻസ്ക്രിപ്ഷനുള്ള എക്സാമ്പിൾ ആണ്. സോ അതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. Phonemic or broad transcription. A phonemic or broad transcription is based on the principle one symbol per phoneme. ഇതിന്റെ ഒരു സെൻട്രൽ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൊണീമിന് എന്ത് മതി? ഒരു സിമ്പിൾ മതി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഫൊണീമിന് എന്തിന്റെ ആവശ്യമില്ല? ഒന്നിലധികം സിമ്പിൾസിന്റെ ആവശ്യം ഇല്ല. സോ എ phonemic or broad transcription is based on the principle one symbol per phoneme in which the smallest number of phonemes are used. അതായത് നമ്മൾ ഏത് രീതിയിൽ നോക്കത്തുള്ളൂ? മിനിമം സിമ്പിൾസ് ഉപയോഗിക്കാനേ നോക്കത്തുള്ളൂ. സോ ഇൻ വിച്ച് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഫോണീംസ് ഓർ സിമ്പിൾസ് ആർ യൂസ്ഡ്. ദസ് ദ സെയിം സിമ്പിൾ പ് ഈസ് യൂസ്ഡ് വെദർ ഇറ്റ് ഈസ് ആസ്പിറേറ്റഡ് ഓർ നോട്ട്. അതുകൊണ്ട് തന്നെ പ് ആസ്പിറേറ്റഡ് ആണെങ്കിലും അൺആസ്പിറേറ്റഡ് ആണെങ്കിലും നമ്മളിതാ ഈ ഒരു സിമ്പിൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. വൺ ഹാസ് ടു അസ്യൂം വെദർ ഇറ്റ് ഈസ് ആസ്പിറേറ്റഡ് ഓർ നോട്ട് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. നമ്മൾ എന്ത് ചെയ്തോണം? കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പ് എന്ന് പറയുന്നത് ആസ്പിറേറ്റഡ് ആണോ അൺആസ്പിറേറ്റഡ് ആണോ എന്ന് നമ്മൾ ഗസ് ചെയ്യണം. ലൈക്ക് ബിഗിനിങ്ങിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം? സ്ട്രെസ്ഡ് സിലബിൾ ആണെങ്കിൽ ആസ്പിറേറ്റഡ് ആണെന്ന് വിചാരിക്കണം. ദെൻ ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നതെങ്കിൽ ഇന്റർ കൺസണൻഷ്യൽ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം? അത് അൺആസ്പിറേറ്റഡ്. ലൈക്ക് വെൻ യു ലുക്ക് അറ്റ് ദ വേർഡ് സ്പിൻ ഓർ വെൻ യു ലുക്ക് അറ്റ് ദ വേർഡ് സ്കിൻ. സോ അവിടെ പേം ക് എന്താണ്? അൺആസ്പിറേറ്റഡ് ആണ്. അതേസമയം ഇനിഷ്യൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ആസ്പിറേറ്റഡ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? സിമ്പിൾസ് ഉപയോഗിച്ച് ഇതിനെ അൺആസ്പിറേറ്റഡ് അല്ലെങ്കിൽ ആസ്പിറേറ്റഡ് എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യത്തില്ല. ഏത് ട്രാൻസ്ക്രിപ്ഷനിൽ? phonemic അല്ലെങ്കിൽ broad transcriptional. So one has to assume whether it is aspirated or not from the context. So in this system, slight phonetic variations are not indicated by any signs. ഈ സിസ്റ്റത്തിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഈ അലോഫോണിക് വേരിയേഷൻസ് പോലെയൊക്കെയുള്ള വേരിയേഷൻസ് നമ്മൾ എന്ത് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യത്തില്ല? സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യത്തില്ല. ബട്ട് ഇറ്റ് ഈസ് നമ്മൾ അലോഫോണിക് അല്ലെങ്കിൽ നാരോ ട്രാൻസ്ക്രിപ്ഷനിൽ വരുമ്പോഴത്തേക്കും the case is different. So different from phonemic or broad transcription, in an allophonic or narrow transcription, extra symbols are used to denote all features of sounds. Sounds ന്റെ എല്ലാ ഫീച്ചേഴ്സും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാരോ ട്രാൻസ്ക്രിപ്ഷനിൽ എന്ത് ഉപയോഗിക്കും? അതുകൊണ്ടാണ് അതിനെ നമ്മൾ അലോഫോണിക് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ബിക്കോസ് അലോഫോൺസ് ആർ ഇൻഡിക്കേറ്റഡ്. ഓക്കെ, സോ അലോഫോൺസിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും using extra symbols. Hence it is more precise than phonemic transcription. അതുകൊണ്ട് തന്നെ phonemic transcriptionേക്കാളും കുറച്ചുകൂടെ പ്രിസൈസ് ആണ്, കൃത്യതയുള്ളതാണ് ഏതെന്ന് പറയുന്നത്? allophonic transcription എന്ന് പറയുന്നത്. The extra symbols used for indicating information about allophonic features are called diacritics. Now ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ട്രാ സിമ്പിൾസിന് നമ്മൾ ഡയക്രിറ്റിക്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം, ഈ ആസ്പിറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
എച്ച് കൊടുത്തിരിക്കുന്നുണ്ടോ. സോ ഇത് അതേപോലെ ഇത് ദിസ് ഈസ് അൺആസ്പിറേറ്റഡ്, ദിസ് ഈസ് ആസ്പിറേറ്റഡ്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയക്രിറ്റിക്സ് എന്ന് പറയുന്നത്. ലൈക്ക് ഡാർക്ക്, ലൈക്ക് ക്ലിയർ ല് ആൻഡ് ഡാർക്ക് ല്. ഇതാണ് ഡാർക്ക് ലിന്റെ സിമ്പിൾ. നമ്മൾ ല് എഴുതിയിട്ട് എന്ത് ചെയ്യും, ഒന്ന് ക്രോസ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്, ഡയക്രിറ്റിക്സിനുള്ള എക്സാമ്പിൾസ് ആണ്. സോ ഡയക്രിറ്റിക്സ് ആർ ആക്ച്വലി സിമ്പിൾസ് ദാറ്റ് ഡിനോട്ട് അലോഫോണിക് വേരിയേഷൻസ്. അലോഫോണിക് വേരിയേഷൻസ് സൂചിപ്പിക്കുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയക്രിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ദ എക്സ്ട്രാ സിമ്പിൾസ് യൂസ്ഡ് ഫോർ ഇൻഡിക്കേറ്റിംഗ് ഇൻഫോർമേഷൻ അബൌട്ട് അലോഫോണിക് ഫീച്ചേഴ്സ് ആർ കോൾഡ് diacritics. Thus, aspirated p is indicated using ph and dark l is indicated using this cross. Okay. So we come to the last concept, international phonetic alphabet. Now, എന്താണ് international phonetic alphabet എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിസ്റ്റമാണ്, വളരെ ബ്രോഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റിൽ ലോകത്തുള്ള മുഴുവൻ ഭാഷയിലുമുള്ള മുഴുവൻ ശബ്ദങ്ങളെയും റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ഭാഷയിലെ മുഴുവൻ സിമ്പിൾസിനെയും മുഴുവൻ സൗണ്ട്സിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള സിമ്പിൾസ് അടങ്ങുന്ന ആ വലിയ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് എന്ന് പറയുന്നത്. Now ഈ സിമ്പിൾസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ റോമൻ ആൽഫബറ്റ്സ്, നമ്മുടെ ക്യാപിറ്റൽ A to Z ഉണ്ടല്ലോ, ആ സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾക്കറിയാം അത് 26 എണ്ണമേ ഉള്ളൂ. പക്ഷേ ലോകത്തെ മുഴുവൻ ഭാഷയിലെയും ശബ്ദങ്ങൾ എന്ന് പറയുന്നത് there are hundreds of sounds. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഈ A to Z വരുന്ന ആ ലെറ്റേഴ്സിനെ നമ്മൾ ചെറുതായിട്ട് മോഡിഫൈ ചെയ്താണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്, ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് എന്ന് പറയുന്ന ആ വലിയ സിസ്റ്റം ഫോം ചെയ്യുന്നത്. സോ ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് IPA is a system which has symbols to represent all the sounds existing in the languages of the world. This alphabet is based on the Roman alphabet, but since the 26 letters of the Roman alphabet are not sufficient to represent all the sounds, additional symbols are included and the existing ones are modified. So Roman alphabet ഉപയോഗിച്ചാണ് നമ്മൾ IPA ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ 26 letters ഇനഫ് അല്ല ലോകത്തുള്ള മുഴുവൻ സൗണ്ട്സ് റെപ്രസെന്റ് ചെയ്യാനായിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, ചില അഡീഷണൽ സിമ്പിൾസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ എക്സിസ്റ്റിംഗ് ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മോഡിഫൈ ചെയ്യും. Now it is very useful in phonetics because in IPA there is one-to-one correspondence between symbol and sound. Now IPA എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം ലോകത്തുള്ള മുഴുവൻ ഭാഷയിലുള്ള ശബ്ദങ്ങൾക്കും IPA നമ്മൾക്ക് എന്തുണ്ട്, 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. അതായത് ഒരു സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എന്തുണ്ടാകും, ഒരു യുണീക്ക് സിമ്പിൾ ഉണ്ടാകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനായിരിക്കും, ഒരു യുണീക്ക് സൗണ്ടിന് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാകുമ്പോഴത്തേക്കും നമ്മളുടെ ഫോണറ്റിക്സ് പോർഷൻസ് കംപ്ലീറ്റ് ആകുകയാണ്. സോ നല്ലതുപോലെ പഠിക്കുക, ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ, ഓരോ കോൺസെപ്റ്റ്സും പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.